ജൂൺ 22 ഞായറാഴ്ച പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. 2013 നവംബർ 15 കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ തലശ്ശേരി അതിരൂപതയിലെ ഒരു പള്ളിയിൽ ഒരു വലിയ അത്ഭുതം നടന്നു. അന്നത്തെ വികാരി ഫാദർ തോമസ് പതിക്കൽ രാവിലെ അർപ്പിച്ച കുർബാനയ്ക്കിടെയാണ് ഈ പ്രതിഭാസം സംഭവിച്ചത്. കുർബാന ഉയർത്തിയ സമയത്ത് സമർപ്പണത്തിനായി ഉപയോഗിച്ച വലിയ ഓസ്തിയിൽ ഒരു പാട് അദ്ദേഹം ശ്രദ്ധിച്ചു. അത് വലുതും തിളക്കമുള്ളതുമായി മാറി. പെട്ടെന്ന് ഒരു മുഖം അതിൽ പ്രത്യക്ഷപ്പെട്ടു. കുർബാനയ്ക്ക് ശേഷം പുരോഹിതൻ ആ ഓസ്തി ആരാധനയ്ക്കായി ബലിപീഠത്തിൽ വെച്ചു. അന്നത്തെ ആർച്ച് ബിഷപ്പ് ജോർജ് വലിയമറ്റത്തിൻ്റെ നിർദ്ദേശപ്രകാരം രാവിലെ 11 മണിയോടെ അത് സക്രാരിയിൽ വെച്ച് പൂട്ടി. ഈ അത്ഭുത വാർത്ത പരന്നതോടെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ധാരാളമായി ഈ പള്ളിയിലേക്ക് ഒഴുകിയെത്തി. ഈ പ്രതിഭാസത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അതിരൂപത 3 അംഗ സംഘത്തെ അയച്ചു. അവർ തിരുവോസി ബിഷപ്സ് ഹൗസിലേക്ക് കൊണ്ടുപോയി. ഈ സംഭവം നടന്നിട്ട് 7 വർഷങ്ങൾക്ക് ശേഷം 2020 ജനുവരിയിൽ അതിരൂപത അതിനെ ഒരു ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രക്രിയയുടെ ഭാഗമായി അപ്പസ്തോലിക് നൂൻഷ്യോ വഴി റോമിലേക്ക് പഠനത്തിനായി അയച്ചു. കഴിഞ്ഞ മാസം മെയ് 9 കുർബാനയ്ക്കിടെ ഈ യേശുവിൻ്റെ മുഖം പ്രത്യക്ഷപ്പെട്ട ദിവ്യകാരുണ്യം ഒരു അത്ഭുതമായി വത്തിക്കാൻ അംഗീകരിച്ചു. ഇന്ന് തിരുസഭ യേശുവിൻ്റെ അതിവിശുദ്ധ തിരുശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. കുരിശിൽ ജീവൻ അർപ്പിക്കുന്നതിൻ്റെ തലേ രാത്രിയിൽ അവിടുന്ന് തൻ്റെ അനുയായികൾക്കുള്ള നിത്യ പെസഹായാഗമായി അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ തൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ദാനമായ കുർബാന സ്ഥാപിച്ചു. പരമ്പരാഗതമായി അവസാനത്തെ അത്താഴം എന്ന് വിളിക്കപ്പെടുന്ന യഹൂദ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് ചെയ്തത്. യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ ദാനത്തെ കേന്ദ്രീകരിച്ചാണ് ഈ തിരുനാൾ. യുഗാവസാനത്തിൽ കർത്താവ് വീണ്ടും മഹത്വത്തോടെ വരുന്നവരെ നാം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നു. യഹൂദർ പെസഹ കുഞ്ഞാടുകളെ ബലിയർപ്പിക്കുന്ന സമയത്താണ് കർത്താവ് കുർബാന സ്ഥാപിച്ചുകൊണ്ട് ക്രിസ്തീയ പെസഹ ഉദ്ഘാടനം ചെയ്തത്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള ദൈവജനത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ അനുസ്മരിക്കുന്ന പുരാതന ആചാരം പോലെ ക്രിസ്തീയ ആചാരം പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തെയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലൂടെയും അതുവഴി അർപ്പിക്കപ്പെടുന്ന പുതിയ ജീവിതത്തിൻ്റെ ദാനത്തെയും ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും ഉറച്ച വിശ്വാസവും വാഴ്ത്തപ്പെട്ട കൂദാശയുടെ സ്വീകരണവും കത്തോലിക്ക സിദ്ധാന്തത്തിനും ആത്മീയതയ്ക്കും വിശുദ്ധിയിലെ വളർച്ചയ്ക്കും അടിസ്ഥാനപരമാണ്. ഇത് ദൈവം നമുക്ക് നൽകിയ അവകാശമാണ്. എല്ലാ ദിവസവും അവിടുന്ന് ഏറ്റവും നല്ല ഗോതമ്പ് നമുക്ക് നൽകുന്നു. അത് നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നാണ്. 5000 പേർക്ക് ഭക്ഷണം നൽകുന്നതാണ് സംഭവമാണ്. ഇവിടെ യേശു വായുവിൽ നിന്നൊരു അത്ഭുതം പ്രവർത്തിക്കുന്നതല്ല.
വിശക്കുന്ന ജനക്കൂട്ടത്തെ പോറ്റാൻ അവൻ ആദ്യം തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നു. തുടർന്ന് അവർ നൽകുന്ന ലളിതമായ സമ്മാനങ്ങൾ അതെടുത്ത് വാഴ്ത്തി പങ്കിടുന്നു. അങ്ങനെ സമൂഹവും കൂട്ടായ്മയും സമൃദ്ധിയും സൃഷ്ടിക്കപ്പെടുന്നു. കുർബാനയിൽ നമ്മെ വിശുദ്ധീകരിക്കുന്നതിലൂടെ യേശു ഇന്ന് തൻ്റെ ശിഷ്യന്മാർ, അതായത് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്കുള്ളത് പങ്കുവയ്ക്കാനാണ്. ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകാൻ അവൻ നമ്മയോട് ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ഓരോ കണ്ടുമുട്ടലിലും യേശു യഥാർത്ഥത്തിൽ സന്നിഹിതനാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് അനുഗ്രഹമുണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.